ഹായ് ഗൈസ്, എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹുവാവിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള P40 ഫ്ലാഷ് ഫോണിൽപ്പെട്ട P40 Pro എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ചെയ്ത വീഡിയോയിൽ കൂടി നമുക്ക് അധികം ക്യാമറ റിവ്യൂസ് ഒന്നും കാണിക്കാൻ പറ്റില്ല. ഹുവാവിയുടെ തന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസിൻ്റെ ഒക്കെ സാമ്പിൾസാണ് അതിൽ കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി നമ്മൾ കാണാൻ പോകുന്നത് ഇതിലെടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസിൻ്റെ ഫോട്ടോസിൻ്റെ സാമ്പിൾസാണ്. ഈ ഒരു മൊബൈൽ വെച്ചിട്ട് ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു സിറ്റുവേഷന് മോശമായതിൻ്റെ പേരിൽ നമുക്ക് പുറത്ത് പോയിട്ടൊന്നും അധികം വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഉള്ള കുറച്ച് വീഡിയോസിൻ്റെ ഫോട്ടോസിൻ്റെ സാമ്പിൾസ് നമുക്കിന്ന് ഇവിടെ കാണാം. അതുകൂടാതെ തന്നെ നമ്മൾ ഒരു എക്വോറിയത്തിൽ വെച്ചിട്ട് വാട്ടർ ടെസ്റ്റും ചെയ്യുന്നുണ്ട്. ആ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ള 2-3 ഫോട്ടോ എടുത്തതൊക്കെ നമുക്ക് ഇതിൽ കൂടെ തന്നെ കാണാം. അതുപോലെ തന്നെ IP68 ആണ് ഇതിൻ്റെ വാട്ടർ പ്രൂഫ് റെസിസ്റ്റൻ്റ് വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാം വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് സ്ക്രീനിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ടച്ച് വർക്കാവാത്തത്. ഇങ്ങനെ വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ടച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ കാണാം മോറിൽ ക്ലിക്ക് ചെയ്യുക. മോറിൽ ക്ലിക്ക് ചെയ്താൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതിൽ നമുക്ക് കാണാം അണ്ടർ വാട്ടർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓപ്ഷൻ വരുന്നത് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ക്രീനിൽ ഒരു ഓപ്ഷൻ വന്നത്. നമ്മൾ വോളിയോ ബട്ടൺ അപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനും ഡൗൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും. പിന്നെ പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം സ്ക്രീനിലേക്ക് പോകുന്ന ഒരു ഓപ്ഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ സാധിക്കും. ഇത് പിന്നെ നമുക്ക് മാക്സിമം വെള്ളത്തിൻ്റെ അടിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് 1.5 മീറ്ററും അതുപോലെ തന്നെ 30 മിനിറ്റുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിലെടുത്തിട്ടുള്ള വീഡിയോസിൻ്റെ ഫോട്ടോസിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി നല്ലൊരു അടിപൊളി ക്വാളിറ്റി തന്നെ വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് എടുത്തിട്ട് കിട്ടുന്നത്. സ്ക്രാച്ച് പ്രൂഫും കൂടെയാണ്. മുമ്പത്തെ റിവ്യൂ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനൊരു ബാക്ക് കവറിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. സ്ക്രാച്ച് ആവുന്ന ഒരു പ്രോബ്ലം ഇതിന് വരുന്നില്ല. ഇനി ഇതിന് റിയർ ക്യാമറ വെച്ച് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസിൻ്റെ വീഡിയോസിൻ്റെ സാമ്പിൾസ് കാണാം. ഇനി ഇതിൻ്റെ ക്യാമറയിൽ എടുത്ത് പറയേണ്ടതാണ് ഫോക്കസിങ് ഓപ്ഷൻ. നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് മാത്രം ഫോക്കസ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലറാവും. ഇനി നമ്മൾ ആ ഒബ്ജക്റ്റ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ബാക്കിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നേരെ ഓട്ടോമാറ്റിക് തന്നെ മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് അത് ഫോക്കസ് ആവും. നോർമലി നമ്മളൊരു ഫോണിലോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഫോക്കസ് മാറ്റി കൊടുക്കണം. പക്ഷേ ഈ ഒരു ഫോണിൽ അതിൻ്റെ ഒരു ഓപ്ഷൻ ആവശ്യം വരുന്നില്ല. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എത്ര ഫോക്കസ് വേണോ നമ്മൾ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ഏതാണോ ബെസ്റ്റ് ഫോക്കസ് അതിലേക്ക് തന്നെ ഫോക്കസ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിന് വരുന്നുണ്ട്. നല്ലൊരു ഓപ്ഷൻ. ഇതിൽ പിന്നെ എത്ര സൂം ചെയ്തെടുത്താലും അതേ ഒരു ക്വാളിറ്റി നമുക്ക് വീഡിയോസിനും ഫോട്ടോസിനൊക്കെ കിട്ടുന്നുണ്ട്. 15x വരെയാണ് വീഡിയോയിൽ നമുക്ക് സൂം ചെയ്യാൻ പറ്റുന്നത്. ആ 15x നമുക്ക് സ്റ്റഡി ആയിട്ടുള്ള നല്ല സ്റ്റെബിലൈസർ ആയിട്ടുള്ള വീഡിയോസ് തന്നെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൽ 50x വരെ നമുക്ക് ഫോട്ടോ സൂം ചെയ്തെടുക്കാൻ സാധിക്കും. 50x എടുത്താലും നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫോട്ടോസ് തന്നെ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോ സെക്ഷനായിട്ട് എടുത്ത ഫോട്ടോസ്.
അതുപോലെ തന്നെ നൈറ്റ് മോഡിലൊക്കെ എടുത്ത ഫോട്ടോസൊക്കെ ശരിക്കും ഒരു ഡേയിൽ എടുത്ത ഫോട്ടോസ് പോലെ നിങ്ങൾക്ക് കാണാം. നല്ല ക്വാളിറ്റി, നോർമൽ എടുത്തൊരു ഫോട്ടോസിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ നൈറ്റ് മോഡിൽ എടുത്ത ഫോട്ടോസിൻ്റെ ഒരു ക്വാളിറ്റിയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഇതിൽ പിന്നെ അപ്പേച്ചർ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും കൂടി വരുന്നുണ്ട്. ഈ അപ്പേച്ചർ മോഡിൽ സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തന്നെ മാക്സിമം കുറച്ചിട്ട് അപ്പേച്ചർ മോഡ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ഫുൾ ബ്ലറായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കാണാത്ത രൂപത്തിലുള്ള ഫോട്ടോസൊക്കെ എടുക്കാം. ഇനി നിങ്ങൾക്കിവിടെ കാണാം നൈറ്റ് മോഡ് ഓപ്ഷനിൽ ഇട്ടെടുക്കുന്ന സമയത്ത് ഒരു ടൈമർ വരുന്നത്. ഈ ടൈമർ ഇങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോസ് കിട്ടും നമുക്ക്. ഈ ഒരു നൈറ്റ് മോഡ് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ നൈറ്റിൽ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് Huawei P40 Pro എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു ക്യാമറ റിവ്യൂവും അതുപോലെ തന്നെ ഒരു ചെറിയൊരു വാട്ടർ ടെസ്റ്റിൻ്റെ വീഡിയോവും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.